അപ്പോൾ നമ്മൾ കൺസൈനറുടെ ബുക്കിലെ ജേണൽ എൻട്രികൾ, അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ കൺസൈനിയുടെ ബുക്കിലെ ജേണൽ എൻട്രികൾ, അക്കൗണ്ടുകൾ, ഇതാണ് പഠിച്ചു നിർത്തിയത്. എല്ലാം ബൈഹാർട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് എന്താണ്, ഓരോരോ അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്കാണ്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്കാണ്. വിൽക്കാത്ത സാധനത്തിൻ്റെ എന്താണ് വാല്യുവേഷൻ തന്നല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓർമ്മിക്കാനുള്ള ഒരു കാര്യം നമ്മൾ നോക്കുക. ആദ്യമായിട്ട് വിൽക്കാതെ ബാക്കി വന്ന സാധനം എത്ര ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എടുക്കുക തന്നല്ലോ. ആ കോസ്റ്റ് പ്രൈസിനോടുകൂടി കൺസൈനറുടെ എന്താണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് അതിൻ്റെ എത്രയാണോ അതെന്ത് ചെയ്യണം, ഈ കോസ്റ്റിനോടുകൂടി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ കൺസൈനിക്കുണ്ടായ നോൺ റിക്കറിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഏതുവരെയുള്ളതാണ്, വെയർ ഹൗസിൽ എത്തിച്ചേർന്നത് വരെയുള്ള ചിലവുകളുടെ പ്രൊപ്പോർഷനേറ്റ് അതും എന്ത് ചെയ്യുക, ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് എന്താണ് കോസ്റ്റ് അല്ലേ, പ്രൊഫോമ ഇൻവോയ്സ് പറഞ്ഞിരിക്കുന്ന കോസ്റ്റ്, വിൽക്കാത്ത സാധനത്തിൻ്റെ കോസ്റ്റ്, വിൽക്കാത്ത സാധനത്തിൻ്റെ കോസ്റ്റ് തന്നല്ലോ. അതിനോടുകൂടി ഏത് ആഡ് ചെയ്യണം, കൺസൈനർക്കുണ്ടായ എന്താണ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് തന്നല്ലോ. ഈ കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് അത് കൂട്ടണം. പിന്നെ എന്താണ് കൺസൈനിക്കുണ്ടായ എന്താണ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ്, അത് സാധാരണഗതിയിൽ നോൺ റിക്കറിങ് എക്സ്പെൻസുകളാണ്. ഏതുവരെയുള്ളത് മാത്രം, വെയർ ഹൗസിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ചിലവുകൾ അത് കൂട്ടണം. ആ കൂട്ടി കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സ്റ്റോക്ക്. So it is quite usual that some of the goods sent on consignment might be with the consignee as unsold goods at the time of preparation of consignment account. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് തയ്യാർ ചെയ്യുന്ന സമയത്ത് കൺസൈനിയുടെ കയ്യിൽ എന്തുണ്ടായിരിക്കാം, അൺസോൾഡ് സ്റ്റോക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള എന്താണ് ലാഭം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ എ കൺസൈൻമെൻറ്റ്, such unsold goods in stock should be properly valued and credited to particular consignment account. അങ്ങനെയുള്ള അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും അത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കറിയാം സാധാരണഗതിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് എനി സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് or net realizable value, whichever is lower. In consignment, by cost we mean the original cost of the goods at which the pro forma invoice is prepared plus proportionate of all നോൺ റിക്കറിങ് എക്സ്പെൻസസ്. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് വാല്യൂ ചെയ്യുന്നത് എന്തിനായിരിക്കും, ഒന്നീ കോസ്റ്റ് പ്രൈസിലായിരിക്കും, അല്ലെങ്കിലോ നെറ്റ് റിയലൈസബിൾ വാല്യൂ, ഏതാണോ കുറവ് അത്. അപ്പോൾ ഇത് വിറ്റാൽ എത്ര വില കിട്ടും, കോസ്റ്റ് പ്രൈസ് എത്രയാണ്, കോസ്റ്റ് പ്രൈസും നെറ്റ് റിയലൈസബിൾ വാല്യൂ വിറ്റാൽ കിട്ടുന്ന വിലയും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഏതാണോ കുറവ് അതായിരിക്കും എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ആര് പറയുന്നതാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2. കൺസൈൻമെൻറ്റ് സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഫോമ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് കോസ്റ്റും പ്ലസ് പിന്നെ എന്താണ് നോൺ റിക്കറിങ് എക്സ്പെൻസിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് അതും ചേരുന്നതാണ് എന്ന് പറയുന്നത് കൺസൈൻമെൻറ്റിൽ എന്തെന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ആൾ ദ എക്സ്പെൻസസ് met by the consignor and the consignee till the goods are brought to the godown of the consignee are of non-recurring nature. എപ്പോഴും ശ്രദ്ധിക്കുക, ഏതുവരെയുള്ള ചിലവ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ കോസ്റ്റ് വാല്യൂ ഗുഡ്സിൻ്റെ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് വാല്യൂ ചെയ്യുന്നതിന് വേണ്ടി, അൺസോൾഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന ചിലവുകളെന്ന് പറയുന്നത് ഏതാണ്, all the expenses met by the consignor and the consignee till the goods are brought to the godown of the consignee. അല്ലേ, കൺസൈനിയുടെ ഗോഡൗണിൽ ഈ സാധനങ്ങൾ കൺസൈൻമെൻറ്റ് എത്തിച്ചേരുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന കൺസൈനർക്കുണ്ടായ ചിലവും കൺസൈനിക്കുണ്ടായ ചിലവുമാണ് എന്തെന്ന് പറയുന്നത് നോൺ റിക്കറിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. അത് മാത്രമാണ് നമുക്കിവിടെ വാല്യുവേഷന് വേണ്ടി വേണ്ടത്. കേട്ടല്ലോ, ശ്രദ്ധിച്ചോളാം എപ്പോഴും. അപ്പോൾ അതേതൊക്കെയാണ് സാധാരണഗതിയിൽ വരുന്നത്, നോൺ റിക്കറിങ് എക്സ്പെൻസ്, പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ് ചാർജ് അല്ലേ, ഫ്രൈറ്റ്, ഒക്ട്രോയ്, ഇൻഷുറൻസ് ഇൻ ട്രാൻസിറ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ ക്ലിയറിംഗ് ചാർജസ്, കാർട്ടേജ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ്, ഇതെല്ലാം എന്താണ് നോൺ റിക്കറിങ് നേച്ചറാണ്. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ഓഫ് ദീസ് ഐറ്റംസ് എക്സ്പെൻസ് ടു ദ ആഡഡ് ടു ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക് ടു അറൈവ് അറ്റ് വാല്യൂ ഓഫ് സ്റ്റോക്ക്. അപ്പോൾ ഇതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എത്രയാണോ ബാക്കിയുള്ളത്
ആ ബാക്കിയുള്ള സാധനത്തിൻ്റെ എന്താണ് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എന്ത് ചെയ്താൽ മതി, കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതെടുക്കരുത്, റെക്കറിങ് എക്സ്പെൻസുകൾ ഒരിക്കലും എടുക്കരുത്. ദാറ്റ് മീൻസ് എന്താണ് ഈ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, കൺസൈൻമെൻറ്റിന് ഇവിടെ ഗോഡൗണിലെത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ചിലവുകൾ അല്ലേ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം, ഗോഡൗൺ റെൻറ്റ് അല്ലേ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, സെയിൽസ്മാൻസ് സാലറി, കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ്, ഇവയെല്ലാം ഇതിലോട്ട് വരുന്നതാണ് ഈ റെക്കറിങ് എക്സ്പെൻസുകളാണ്. അപ്പോൾ റെക്കറിങ് എക്സ്പെൻസുകൾ ഒരു തരത്തിൽ എന്ത് ചെയ്യരുത്, കൺസിഡർ ചെയ്യരുത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടെ പറയാം, എങ്ങനെയാണ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് നമ്മൾ എടുക്കുന്നത്. ഒന്ന്, ബാക്കി വന്ന സാധനത്തിൻ്റെ കോസ്റ്റ് എടുക്കുക. ഇപ്പം ടോട്ടൽ എന്താണ് സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 5ൽ 4 അല്ലേ. ടോട്ടൽ സോൾഡ് ഗുഡ്സ് എന്ന് അയച്ച സാധനത്തിൻ്റെ 4/5 എന്ത് ചെയ്തു, സെയിൽ ഔട്ട് ചെയ്തു. അപ്പോൾ വിൽക്കാത്ത സാധനത്തിൻ്റെ എമൗണ്ട് പ്രൊപ്പോർഷൻ എത്ര വരും, 1/5 അല്ലേ. അപ്പോൾ 1/5 എന്ത് ചെയ്യുന്നത്, നമുക്ക് ആദ്യം കോസ്റ്റ് ഓഫ് ദി ഗുഡ്സ് ആയിട്ട് എടുക്കാനുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, കൺസൈനർക്കുണ്ടായ എന്താണ് നോൺ റെക്കറിങ് എക്സ്പെൻസിൻ്റെ എന്തെടുക്കണം, 1/5 എടുക്കണം. അതുപോലെ തന്നെ കൺസൈനിക്കുണ്ടായ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസിൻ്റെ എത്ര എടുക്കണം, 1/5 എടുക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കാം, എക്സ് ഓഫ് കൊളംബോ കൺസൈൻഡ് ഗുഡ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ₹20,000 ടു ഹിസ് ഏജൻറ്റ് വൈ. ഇല്ലസ്ട്രേഷൻ 3 കേട്ടോ. ഇല്ലസ്ട്രേഷൻ 3 എന്താണ് പറഞ്ഞിരിക്കുന്നത്, എക്സ് ഓഫ് കൊളംബോ കൺസൈൻഡ് ഗുഡ്സ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ₹20,000 ടു ഹിസ് ഏജൻറ്റ് വൈ. അപ്പോൾ കൺസൈനർ ആരാണ്, എക്സ് കൺസൈനറാണ്. അതുപോലെ തന്നെ വൈ എത്രയാണ്, കൺസൈനിയാണ്. സാധനത്തിൻ്റെ പ്രൊഫോമയിൽ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് എത്രയാണ്, ₹20,000 തന്നെയല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഇൻഗേഡ് 4,000 ഫോർ പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ് ഫ്രൈറ്റ്. എക്സിന് വന്ന ചിലവുകളാണ് പറയുന്നത്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, കൺസൈനർക്ക് 4,000 രൂപയുടെ ചിലവ് വന്നു തന്നെയല്ലോ. അപ്പോൾ അതെന്താണ്, റെക്കറിങ് ആണോ നോൺ റെക്കറിങ് ആണോ, അത് നോൺ റെക്കറിങ് എക്സ്പെൻസുകളാണ്. എന്തുകൊണ്ട്, ഇത് എവിടെ എത്തിച്ചേരുന്നില്ല, ഗോഡൗണിൽ എത്തിച്ചേരുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും കൺസൈനറെ സംബന്ധിച്ചോളവും കൺസൈനിയെ സംബന്ധിച്ചോളവും എന്താണത്, നോൺ റെക്കറിങ് നേച്ചറാണ്. അപ്പോൾ ഇത് നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ്. ആരുടേത്, കൺസൈനറുടെ എക്സ്പെൻഡിച്ചറാണ് പറഞ്ഞത്. വൈ ഡെലിവറി എടുത്തുകൊണ്ട് പോയി, ഇത്ര രൂപ ചിലവായി, അയാൾക്ക് ₹6,000 ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജസ് ആയി തന്നെയല്ലോ. അപ്പോൾ ഈ ₹6,000 എന്ന് പറയുന്നത് എന്താണ്, നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ്. ആർക്കുണ്ടായ നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ്, കൺസൈനിക്കുണ്ടായ നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ് 6,000. അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹീ സോൾഡ് 3/4 ഓഫ് ദി ഗുഡ്സ് ഫോർ ₹30,000 ഫോർ വിച്ച് ഹീ ഈസ് എൻറ്റൈൽഡ് ടു എ കമ്മീഷൻ ഓഫ് 5%. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, വൈ എന്ന് പറയുന്നത് മൊത്തം സാധനത്തിൻ്റെ 4ൽ 3 ഭാഗം വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റു, 30,000 രൂപയ്ക്ക് വിറ്റു. അതിന് അയാൾക്ക് എത്ര ശതമാനം കമ്മീഷൻ കിട്ടണം, 5% കമ്മീഷൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, സെയിൽ എന്ന് പറയുന്നത് 30,000 രൂപയാണ് അല്ലേ. ഇനി വിൽക്കാത്ത സാധനം കണ്ടുപിടിക്കാം. 4ൽ 3 വിറ്റത്. അപ്പോൾ വിൽക്കാത്ത എത്രയായിരിക്കും, 4ൽ 1. ഏതിൻ്റെയാണ്, കോസ്റ്റിൻ്റെ 4ൽ 1. കോസ്റ്റ് ഇവിടെ എത്രയാണ്, 20,000 അല്ലേ. 20,000ൻ്റെ 4ൽ 1 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി ഈ കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഏത്, 20,000ൻ്റെ 4ൽ 1 കണ്ടുപിടിച്ചതിന് ശേഷം അതിനോടുകൂടി നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചറായ എത്ര, കൺസൈനർക്കുണ്ടായ 4,000ൻ്റെ 4ൽ 1 കൂട്ടണം. അതുപോലെ തന്നെ കൺസൈനിക്കുണ്ടായ 6,000ൻ്റെ 4ൽ 1 കൂട്ടണം തന്നെയല്ലോ. കമ്മീഷൻ എന്തല്ല, റെക്കറിങ് എക്സ്പെൻഡിച്ചർ അല്ല, നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചർ അല്ല. കമ്മീഷൻ എന്താണ്, റെക്കറിങ് നേച്ചറാണ്. അതുപോലെ തന്നെ ഇയാൾക്ക് എന്ത് സംഭവിച്ചു, സെയിൽസ് എക്സ്പെൻസ് വന്നിട്ടുണ്ട് 600 രൂപ കൺസൈനിക്ക്. ആ 600 രൂപയും എന്താണ്, റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ കമ്മീഷൻ എന്താണ്, റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ ഏതാണ് ഈ സംബന്ധിച്ച സെയിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞതും എന്താണ്, റെക്കറിങ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യേണ്ട, സ്റ്റോക്കിൻ്റെ കോസ്റ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ ഏതൊക്കെ വേണം, ആദ്യമായിട്ട് തന്നിരിക്കുന്ന കോസ്റ്റിൻ്റെ എത്ര, 4ൽ 1 ഭാഗം. എങ്ങനെ കിട്ടി, 4ൽ 1 ഭാഗം, 4ൽ 3 വിറ്റു, ബാക്കി 4ൽ 1. അപ്പോൾ 20,000ൻ്റെ 4ൽ 3 30,000 രൂപയ്ക്ക് വിറ്റത്. 20,000ൻ്റെ 4ൽ 1 എന്ത് ചെയ്തിട്ടില്ല, വിറ്റിട്ടില്ല. അപ്പോൾ നോക്കാം അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത്, വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് അറ്റ് പ്രൊഫോമ ഇൻവോയ്സ് എത്രയാണ്, 20,000 ഇൻറ്റു 4ൽ 1. 4ൽ 3 വിറ്റു, 4ൽ 1 വിറ്റില്ല. അങ്ങനെയാണ് 5,000 വന്നിരിക്കുന്നത്. ഇനി പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ, എക്സിൻ്റെ
പ്രൊപ്പോർഷനേറ്റ് നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചർ എത്രയാണ് വന്നിരിക്കുന്നത്? 4000 രൂപ. 4000-ൻ്റെ എത്ര എടുത്താൽ മതി? നമ്മൾ വിൽക്കാത്ത ഭാഗത്തിൻ്റെ ചിലവെടുത്താൽ മതി, പ്രൊപ്പോർഷനേറ്റ് എടുത്താൽ മതി. അപ്പോൾ 4000-ൻ്റെ 1/4, അങ്ങനെ 1000 രൂപ. ഇനി കൺസൈനിക്കുണ്ടായ നോൺ റിക്കറിങ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? 6000 രൂപയാണ് നോൺ റിക്കർ. ബാക്കി കമ്മീഷനും എടുക്കരുത്, സെയിൽസ് എക്സ്പെൻസും എടുക്കരുത് തന്നെയല്ലോ. അപ്പോൾ 6000-ൻ്റെ എത്ര ഭാഗം? 1/4 കൺസൈനിക്കുണ്ടായത്. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടിയ വില എത്രയാണ്? 7500. ഈ 7500 എവിടെ കാണിക്കണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അങ്ങനെയാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നോക്കാം. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ആദ്യമായിട്ട് എത്രയാണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് കോസ്റ്റ് അല്ലേ? പ്രൊഫോമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് എത്രയാണ്? 20000 രൂപ. അടുത്തത് ടു ബാങ്ക്. ആർക്കുണ്ടായ ചിലവാണ്? കൺസൈനർക്കുണ്ടായ ചിലവാണ് അല്ലേ? എത്ര രൂപ? 4000 രൂപ. ഏതാണ്? പാക്കിംഗ്, ഫോർവേഡിങ്, ഫ്രീറ്റ് ചാർജ് 4000 ഡെബിറ്റ്. അടുത്തത് ടു വൈ കൺസൈനി അല്ലേ? കൺസൈനിക്കുണ്ടായ ചിലവ് ഏതാണ്? മൊത്തം ചിലവെടുക്കും. അക്കൗണ്ടാണ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. അപ്പം ഏതൊക്കെ കൺസൈനിക്കുണ്ടായ ചിലവുകൾ? 6000 രൂപ എന്ത് ചെയ്തു? ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജസിന് വേണ്ടി വന്നു. പിന്നെ 600 രൂപ എന്ത് ചെയ്തു? സെയിൽസ് എക്സ്പെൻസിന് വേണ്ടി വന്നു. അങ്ങനെ 6000 + 600 എത്ര? 6600. വീണ്ടും ടു കൺസൈനി. ഇതേതാണ്? കമ്മീഷനാണ് അല്ലേ? കമ്മീഷൻ എത്രൻ്റെ കമ്മീഷനാണ്? 30,000-ൻ്റെ എത്ര ശതമാനം? 5%. അത് ടു വൈ എന്നും പറഞ്ഞെഴുതി. 30,000-ൻ്റെ 5% എത്രയാണ്? 1500. ഇനി ക്രെഡിറ്റ് സൈഡിൽ പോവാം. ക്രെഡിറ്റ് സൈഡിൽ സെയിൽ അല്ലേ? എന്തെന്നും പറഞ്ഞാൽ എഴുതുന്നത് കൺസൈൻമെൻറ്റിൽ ബൈ കൺസൈനി. ഇവിടെ ആരാണ്? വൈ തന്നല്ലോ. 30,000. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? നമ്മൾ വാല്യൂ ചെയ്തെടുത്തു. ഏതൊക്കെ? 20,000 × 14 + 4,000 × 14 എത്രയാണ്? 6,000 × 14. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടി? 7,500. അതും എന്ത് ചെയ്തു? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി ബൈ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് തന്നല്ലോ. ഇനി ടോട്ടൽ എടുത്തിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അക്കൗണ്ട് ബാലൻസ് ചെയ്ത് എത്ര കിട്ടി? ഡിഫറൻസ് 5,400 കിട്ടി. അതിനെ എന്തെന്നും പറഞ്ഞ് എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് എഴുതണം. അടുത്തത് ഇല്ലസ്ട്രേഷൻ 4. എക്സ് ലിമിറ്റഡ് കൺസൈൻഡ് ഗുഡ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ₹1,20,000 ടു വൈ ലിമിറ്റഡ്. കൺസൈനർ എന്ന് പറയുന്നത് എക്സ് ലിമിറ്റഡ് ആണ്. കൺസൈനി എന്ന് പറയുന്നത് ആരാണ്? വൈ ലിമിറ്റഡ് ആണ്. പ്രൊഫോമയിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,20,000 ആണ്. കൺസൈനർ പെയ്ഡ് 1,500 ഫോർ പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ്, 3,500 ഫോർ ഫ്രൈറ്റ് ആൻഡ് 1,000 ഫോർ ഇൻഷുറൻസ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ കൺസൈനർക്കുണ്ടായ ചിലവുകൾ അല്ലേ? കൺസൈൻമെൻ്റ് ഒക്കെ നമ്മളൊന്നും പറയും ടു ബാങ്ക് എന്ന് പറഞ്ഞ് ഓരോരോ പ്രാവശ്യമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ആഡ് ചെയ്ത് 1,500 + 3,500 അല്ലേ? അപ്പോൾ എത്രയായി? 3,500, 500, 4,000, 5,000 + 1,000, 6,000 രൂപ ആർക്ക് ചിലവുണ്ടായി? കൺസൈനർക്കുണ്ടായ ചിലവാണ്. ഇത് നോൺ റിക്കറിങ് എക്സ്പെൻസാണ്. എവിടെ വേണം? അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊപ്പോർഷൻ വേണം. ഓൺ ടേക്കിംഗ് ഡെലിവറി ഓഫ് ദി കൺസൈൻമെൻറ്റ്, Y Limited paid 5,500 for duty and clearing charges and brought to the godown after spending 500 for loading, cartage and unloading. ഇനി അടുത്ത കൺസൈനിക്കുണ്ടായ ചിലവുകളാണ് പറഞ്ഞേക്കുന്നത്. 5,500 രൂപ ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജായി അല്ലേ? അപ്പോൾ നമ്മളൊന്നും പറഞ്ഞ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കൺസൈനി എന്നും പറഞ്ഞു തരണം. അതുപോലെ തന്നെ 500 രൂപ ഇതിനു വേണ്ടി ലോഡിങ്, കാർട്ടേജ്, അൺലോഡിങ് ആയിട്ട് 500 രൂപ ചിലവഴിച്ചു. അപ്പോൾ ഗോഡൗൺ വരെ എത്തി. അപ്പോൾ എത്ര ചിലവായി? 5,500 + 500, 6,000 രൂപ ആരുടെ ചിലവാണ്? കൺസൈനിയുടെ ചിലവാണ്. അതെന്താണ്? നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വേണം. നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചർ വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്കിൽ വേണം. The consignee paid 1,200 for advertisement, 400 for godown rent and 1,800 for salesman salary and commission. അപ്പോൾ ഇതും കൺസൈനിയുടെ അടുത്ത ചിലവാണ്. ഏതിന് ശേഷമുള്ള ചിലവാണ്? സാധനം ഗോഡൗണിലെത്തിയതിന് ശേഷമുള്ള ചിലവാണ്. എത്ര? 1,200 + 400 + 1,800. ഇത് എന്താണ്? റിക്കറിങ് നേച്ചറാണ്. ഇതിനെ എവിടെ എടുക്കരുത്? അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിൽ കൺസിഡർ ചെയ്യരുത്. പക്ഷേ ഇവിടെ കാണിക്കണം, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കണം. സാധനം വിറ്റു. എത്രയാണ് വിറ്റത്? 5/6 ഗുഡ്സ് 1,40,000 വിറ്റു തന്നല്ലോ. അതിന് കൺസൈനി കിട്ടുന്ന കമ്മീഷൻ 4% + 1% ഡെൽ ക്രെഡർ കമ്മീഷനാണ്. അപ്പോൾ നോക്കുക, 6/5 ഭാഗമാണ് വിറ്റത് എങ്കിൽ വിൽക്കാത്തതിന് എത്ര കാണും? 6/1 ഭാഗം വിറ്റിട്ടില്ല. 6/5 വിറ്റു, 6/1 വിറ്റിട്ടില്ല. അപ്പോൾ 6/1 അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 1,40,000 സെയിലാണ്. എവിടെ കാണിക്കണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 1,40,000 കാണിക്കണം. പിന്നെ കമ്മീഷൻ ഏതാണ്?
4% പ്ലസ് 1%. ടോട്ടൽ എത്ര എടുത്താൽ മതി? 5% അങ്ങ് എടുത്താൽ മതി. അപ്പോൾ 1,40,000 എത്ര ശതമാനം? 5% എന്തെന്ന് പറയുന്നത് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ എവിടെ കാണിക്കും? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്കിൽ ഇത് കൺസിഡർ ചെയ്യുമോ? ഇല്ല. കമ്മീഷൻ വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്കിൽ വേണ്ട ഏതൊക്കെയാണ്? 1,20,000 ഇൻറ്റു 6/1 തന്നെയല്ലോ. അതേതാണ്? കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് അല്ലേ? അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെ 6/1. ഏതിൻ്റെയൊക്കെയാണ്? 1,500 പ്ലസ് 3,500 പ്ലസ് 1000 അല്ലേ? അപ്പോൾ എത്രയായി? അത് 6,000 രൂപ. 6,000 എത്ര കണ്ടുപിടിക്കണം? 6/1. അതാരാണ്? ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് എക്സ് ലിമിറ്റഡ് അല്ലേ? എത്ര? 6,000 എത്രയാണ്? 6/1. അത് ആഡ് ചെയ്യണം. പിന്നെ അടുത്തത് ഓയിൽ ലിമിറ്റഡിൻ്റെ നോൺ റെക്കറിങ് ഏതൊക്കെയാണ്? 5,500 പ്ലസ് 500 അല്ലേ? മൊത്തം അതും എത്ര തന്നെയാണ്? 6,000 6/1 തന്നെയല്ലോ. അതും എന്ത് ചെയ്യുക? ആഡ് ചെയ്യണം. അപ്പോൾ ആ 3 ഐറ്റങ്ങളും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. അപ്പോൾ നമ്മളുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ലെഡ്ജർ അക്കൗണ്ട് ഓൺ ദിസ് എക്സ് ലിമിറ്റഡ് ആസ് വെൽ ആസ് ഓയിൽ ലിമിറ്റഡ് ആൾസോ ഷോ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്കറിയാം തന്നെയല്ലോ. അപ്പോൾ കമ്മീഷൻ എടുത്താൽ മതി. ടോട്ടൽ സെയിൽസിൻ്റെ 4% 1% എടുക്കേണ്ട. ആഡ് ചെയ്ത് 5% എടുത്താൽ ഡെൽക്രെഡിറ്റർ കമ്മീഷനോ ഓർഡിനറി കമ്മീഷൻ. അപ്പോൾ ബുക്കിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ലെഡ്ജർ ഓഫ് എന്താണ്? കൺസൈനർഡ് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അല്ലേ? 1,20,000. ബാങ്ക് എത്രയാണ്? നേരത്തെ പറഞ്ഞ കൺസൈനർക്കുണ്ടായ ചിലവുകൾ ടോട്ടൽ എടുത്തിട്ടുണ്ട് 6,000. ഒയ്ക്കുണ്ടായ ചിലവുകൾ അല്ലേ? ഒയ്ക്കുണ്ടായ മൊത്തം ചിലവുകൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിലവ് ഏതാണ്? നോൺ റെക്കറിങ്ങും പിന്നെ അതിന് ശേഷം ഗോഡൗണിൽ വന്നതിന് ശേഷമുള്ള എല്ലാ ചിലവുകളും കൂടെ ആഡ് ചെയ്താണ് ഇത്ര എഴുതിയിരിക്കുന്നത് 9,400 രൂപ. അടുത്തത് കമ്മീഷൻ. കമ്മീഷൻ എത്രയാണ്? 1,40,000 എത്ര ശതമാനം? 5% കമ്മീഷൻ. അതിനുശേഷം എന്താണ്? സെയിൽ അല്ലേ? സെയിൽ എന്നൊന്നും പറഞ്ഞെഴുതും ബൈ ഓയിൽ ലിമിറ്റഡ് 1,40,000. പിന്നെ നമ്മളെന്താണ്? കൺസൈൻമെൻറ്റ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുക. വാല്യുവേഷനിൽ ഏതൊക്കെയാണ് വരുന്നത്? അത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് വാല്യുവേഷൻ? 1,20,000 6/1. അതുപോലെ തന്നെ 6,000 6/1. അതുപോലെ തന്നെ കൺസൈനിയെ സംബന്ധിച്ചോളം 6,000 6/1. അതെല്ലാം കൂടെ ആഡ് ചെയ്താണ് ഇത്ര കിട്ടിയിരിക്കുന്നത് 22,000. എങ്ങനെ അത് കണ്ടുപിടിച്ചു എന്നുള്ളത് ആദ്യമേ പറഞ്ഞു തന്നല്ലോ. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ കിട്ടുന്ന വ്യത്യാസം എന്തെന്ന് എഴുതുക? P&L അക്കൗണ്ട്. അപ്പോൾ വ്യത്യാസം എത്രയാണെന്ന് വന്നിരിക്കുന്നത്? 19,600. അതുപോലെ തന്നെ ഇനി ഏത് അക്കൗണ്ട് വരയ്ക്കണം? കൺസൈനിയുടെ അക്കൗണ്ട്. കൺസൈനിയുടെ അക്കൗണ്ടിൽ ഏതൊക്കെയാണ് വരുന്നത്? സെയിൽ ടു കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞെഴുതും. പിന്നെ കൺസൈനിക്കുണ്ടായ ചിലവുകൾ അല്ലേ? ബൈ കൺസൈൻമെൻറ്റ് എന്നെഴുതും. പിന്നെ അയാൾക്ക് കൊടുത്ത കമ്മീഷൻ എന്തെന്ന് പറഞ്ഞെഴുതും? ബൈ കൺസൈൻമെൻറ്റ് എന്നെഴുതും. ബാലൻസ് എന്ത് ചെയ്യുക? ക്യാരി ഡൗൺ ചെയ്ത് ഇടുക. അതുപോലെ തന്നെ കൺസൈനിയുടെ ബുക്കിൽ ആരാണ്? കൺസൈനറുടെ അക്കൗണ്ട്. എക്സ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ട്. അവിടെ ഏതൊക്കെയാണ് വരുന്നത്? സെയിൽ അല്ലേ? സെയിൽ എത്രയാണ്? 1,40,000 ബൈ ബാങ്ക് എന്നും പറഞ്ഞെഴുതി. അതുപോലെ തന്നെ എന്താണ്? ബാങ്ക് എക്സ്പെൻസുകൾ അല്ലേ? ആർക്കുണ്ടായ? കൺസൈനിക്കുണ്ടായ എക്സ്പെൻസുകൾ എത്രയാണ്? 9,400. എല്ലാം കൂടെ ചേർത്ത് റെക്കറിങ് നോൺ റെക്കറിങ് കൂടെ ചേർത്താണ് എത്രയെന്ന് പറയുന്നത്? 9,400. പിന്നെ എത്രയാണ്? കമ്മീഷൻ 4% പ്ലസ് 1% 5%. എല്ലാം കൂടെ ചേർത്താണ് 7,000. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, എക്സ്പെൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് എക്സ്പെൻസ് എടുക്കാവൂ? നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ. ആർക്കുണ്ടാവുന്ന? കൺസൈനർക്കും അതുപോലെ തന്നെ കൺസൈനിക്കും ഉണ്ടാകുന്ന നോൺ റെക്കറിങ് എക്സ്പെൻസ് മാത്രമേ ഏതിലെടുക്കാവൂ? വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാവൂ. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ ഏതെടുക്കാവൂ? കൺസൈനിക്കുണ്ടായ നോൺ റെക്കറിങ് എക്സ്പെൻസും അതുപോലെ തന്നെ കൺസൈനർക്കുണ്ടായ നോൺ റെക്കറിങ് എക്സ്പെൻസും. എന്ന് പറഞ്ഞാൽ ഏതുവരെയുള്ള എക്സ്പെൻസുകൾ? 2 പേർക്കും, കൺസൈനർക്കും കൺസൈനിക്കും ഈ സാധനം എവിടെ എത്തുന്നത് വരെയുള്ള കൺസൈനിയുടെ ഗോഡൗണിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ചിലവുകൾ മാത്രമേ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ പരിഗണിക്കാവൂ തന്നല്ലോ. ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും എല്ലാം കൂടെ ചേർത്ത് ഇവിടെ പരിഗണിക്കാം. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലും കൺസൈനിയുടെ അക്കൗണ്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ കഴിയും. ഈ 2 പ്രാക്ടീസ് പ്രോബ്ലം ഉണ്ട്. അതുകൂടെ ചെയ്യാം. അപ്പോൾ 2 പ്രാക്ടീസ് കൂടെ പ്രോബ്ലം ചെയ്ത് കാണിക്കാം. അടുത്ത ക്ലാസ്സിൽ അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ക്ലാസ് അതിൽ ഈ 2 പ്രോബ്ലം പ്രാക്ടീസ് പ്രോബ്ലങ്ങൾ 2 ഉണ്ട്. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ ഫസ്റ്റ് പ്രോബ്ലം അല്ലേ? ഏതാണ്? അമീന മെറ്റൽ പ്രൊഡക്ട്സ്. Patna consigned goods
of the cost of rupees 80,000 to Messrs. Aisha Agencies, Manila, and include 8,000 for freight and insurance. അപ്പോൾ കൺസൈനർ ആരാണ്? അമീന മെറ്റൽ പ്രൊഡക്ട്സ് ആണ് ആരെന്ന് പറയുന്നത് കൺസൈനർ. കൺസൈനി ആരാണ്? ഐഷ ഏജൻസീസ് ആണ് എന്ന് പറയുന്നത് കൺസൈനി എന്ന് പറയുന്നത്. അപ്പോൾ കൺസൈനർക്കുണ്ടായ ചിലവ് എത്രയാണ്? 8,000. എവിടെയൊക്കെ എടുക്കണം? കൺസൈൻമെൻറ്റ് അതിൽ വരുന്ന ചിലവുമാണ് ബാങ്ക് എന്നും പറഞ്ഞു വരും. അതുപോലെ തന്നെ എവിടെ എടുക്കണം? വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിലും കൺസിഡർ ചെയ്യണം. അടുത്തത് ഐഷ ഏജൻസീസിന് ഉണ്ടായ ചിലവുകൾ പറഞ്ഞിരിക്കുന്നു. 24,000 ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് അല്ലേ. 24,000 രൂപ ആർക്ക് ചിലവായി? കൺസൈനിക്ക് ചിലവായി. കൺസൈനിക്ക് ചിലവായ ആ തുക ഈ 24,000 എന്താണ്? 2 സ്ഥലത്ത് എടുക്കണം. അതിനാണ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ പ്രൊപ്പോർഷൻ എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ കാണിക്കണം മൊത്തം തുക. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലും കൺസൈനിയുടെ അക്കൗണ്ടിലും കാണിക്കണം. സോൾഡ് 3/4 ഓഫ് ദി ഗുഡ്സ് 1,40,000. 1,40,000 രൂപയ്ക്കാണ് സാധനം വിറ്റത്. എത്രയാണ്? 4/3 വിറ്റിരിക്കുക. അപ്പോൾ ഈ 1,40,000 ഇവിടെ കാണിക്കണം കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ 1,40,000. ഇനി അയാൾക്ക് കൊടുക്കുന്ന കമ്മീഷൻ എത്രയാണ്? 1,40,000 എത്രയാണ്? 6%. 1,40,000 6% കണ്ടുപിടിക്കുക. കമ്മീഷനായിട്ട് കൺസൈൻമെൻറ്റിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അടുത്തത് ഈ എന്താണ്? സെയിൽ കമ്മീഷൻ എന്താണ്? റെക്കറിങ് നേച്ചറാണ്. അതുകൊണ്ട് ഇടയ്ക്കെടുക്കുന്ന വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യരുത്. അതുപോലെ തന്നെ സെയിൽസ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട് 4,800. അതും എന്താണ്? റെക്കറിങ് നേച്ചറാണ്. എവിടെ എടുക്കരുത്? വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ എഴുതരുത്. പക്ഷേ എവിടെ എടുക്കാം? കൺസൈൻമെൻറ്റിൽ അക്കൗണ്ടിൽ എടുക്കാം. അപ്പോൾ 4/3 വിറ്റു. ഇനി എത്രയുണ്ട് ബാക്കി? 4/1. അപ്പോൾ 80,000 4/1 കോസ്റ്റ് ഓഫ് ഗുഡ്സ് തന്നെയല്ലോ. എന്നിട്ട് അടുത്തത് ആഡ് എക്സ്പെൻസസ് അല്ലേ, നോൺ റെക്കറിങ് എക്സ്പെൻസസ് ഓഫ് കൺസൈനർ എത്രയാണ്? 8,000 എത്ര എടുക്കുക? ഇൻറ്റു 4/1 അത് ആഡ് ചെയ്യുക. അടുത്തത് ആഡ് നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചർ ഓഫ് കൺസൈനി. നോൺ റെക്കറിങ് എത്രയാണ്? കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം 24,000 ഇൻറ്റു 4/1. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്നത് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എവിടെ എഴുതുന്നതിന്? ഈ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിനെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രിയും ലെഡ്ജറും വരയ്ക്കണം. തന്നല്ലോ അത് അടുത്ത ക്ലാസ്സിൽ വരച്ച് എനിക്ക് അയച്ചു തരണം പേരും വെച്ചിട്ട് കേട്ടല്ലോ. അടുത്ത അലിഗറ കൺസൈൻഡ് ഗുഡ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് rupees 1,60,000 ടു ബിനു ബിഹാർ. അപ്പോൾ അലി എന്ന് പറയുന്ന ആരാണ്? കൺസൈനറാണ്. അതുപോലെ തന്നെ ബിനു എന്ന് പറയുന്ന ആരാണ്? കൺസൈനിയാണ്. കോസ്റ്റ് എത്രയാണ്? പ്രൊഫോമയിൽ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1,60,000 അലി പെയ്ഡ് 2,400 ഫോർ പാക്കേജിങ് ആൻഡ് ഫോർവേഡിങ്, 1,600 ഫോർ ഫ്രൈറ്റ് ആൻഡ് 2,000 ഫോർ ഇൻഷുറൻസ് അല്ലേ. അപ്പോൾ അലിക്ക് വന്ന ചിലവുകളാണ്, കൺസൈനർക്കുണ്ടായ ചിലവുകളാണ്. അപ്പോൾ ഈ ചിലവുകൾ ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ എത്ര പ്രൊപ്പോർഷനായിട്ട് ഇവിടെ എടുക്കണം? വാല്യുവേഷൻ ഓഫ് ഗുഡ്സിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ എടുക്കണം. അപ്പോൾ എത്രയാണ്? 2,400 പ്ലസ് 1,600. 2,400 1000 3,400 600 4,000 പ്ലസ് 2,000 6,000 രൂപ. 6,000 രൂപ ആർക്കുണ്ടായ ചിലവാണ്? കൺസൈനർക്കുണ്ടായ ചിലവാണ്. ബാങ്ക് എന്നും പറഞ്ഞ് എവിടെ എഴുതണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എഴുതണം. അതിലുപരി ഈ 6,000 വിൽക്കാത്ത പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യണം? വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യുകയും വേണം. ബിനു സാധനം എടുത്തു, ബില്ലാണ് അക്സെപ്റ്റ് ചെയ്തത്. എത്രയാണ്? 90,000 ഡ്രോൺ എഗൻസ്റ്റ് ദ കൺസൈൻമെൻറ്റ്. ഹി സ്പെൻഡ് 3,000 ക്യാരിയേജ്, 1,000 ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ്. അപ്പോൾ അവിടെ ബാങ്ക് എന്നതിന് പറഞ്ഞാൽ ഏതാണ്? ബിൽസ് റിസീവബിളാണ് ബാങ്കിന് വരെ എഴുതാനുള്ളത്. 90,000 രൂപയുടെ ബില്ല് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 90,000 രൂപ സാധനം ആണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പെൻഡ് 3,000 ക്യാരിയേജ് ആൻഡ് 1,000 അല്ലേ. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന ചിലവുകൾ നോക്കുക. 3,000 പ്ലസ് 1,000. അപ്പോൾ മൊത്തം എത്രയായി? 4,000 രൂപയാണ് നോൺ റെക്കറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4,000 രൂപ എവിടെ കാണിക്കണം? ഒന്ന് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കൺസൈനി എന്നും പറഞ്ഞ് കാണിക്കും. അതിലുപരി 4,000 വിൽക്കാത്ത ഭാഗത്തിന് എത്ര എടുക്കണം? പ്രൊപ്പോർഷനായിട്ട് എക്സ്പെൻസ് ആഡ് ചെയ്യണം. അടുത്തത് ഹീ സോൾഡ് 4/5 ഓഫ് ഗുഡ്സ് ഫോർ ₹2,40,000. അപ്പോൾ ബാങ്ക് എന്നും പറഞ്ഞ് കാണിക്കേണ്ടത് എത്രയാണ്? 2,40,000 അല്ലെങ്കിൽ ബിൽസ് എന്താണ് റിസീവബിൾ എന്നും പറഞ്ഞ് കാണിക്കേണ്ടത് എത്രയാണ്? 2,40,000 ഈ 2,40,000 കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എന്നും പറഞ്ഞ് കാണിക്കുക, അല്ലെങ്കിൽ ബിൽസ്. ഇവിടെ ബില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബിൽസ് റിസീവബിൾ തന്നെയല്ലോ. അപ്പോൾ ഈ 90,000 അവിടെ വലിയ വാലിഡിറ്റി ഒന്നുമില്ല. നമുക്ക് കിട്ടേണ്ടത് 2,40,000 അവിടെ എന്ത് കാണിച്ചിരിക്കുന്നത്? സെയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിനകത്ത് സെയിൽസ് അല്ലേ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 2,40,000. അപ്പം 5-ൽ 4 വിറ്റു. ഇനി വിൽക്കാത്ത എത്രയുണ്ട്? 5-ൽ 1 അത് ശ്രദ്ധിച്ചോളൂ. 5-ൽ 4 വിറ്റു. ഇനി ബാലൻസ് 5-ൽ 1 ഉള്ളത്. അവന് കമ്മീഷൻ കൊടുക്കണം. 5%
പ്ലസ് 1%, മൊത്തം 6% കമ്മീഷൻ കൊടുക്കും. അപ്പോൾ 2,40,000 എത്ര ശതമാനം കണ്ടുപിടിക്കുക? 6% കണ്ടുപിടിക്കുക. അതിനെവിടെ കാണിക്കുക? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു കൺസൈനി എന്ന് പറഞ്ഞ് കാണിക്കുക തന്നല്ലോ. അപ്പോൾ ഇവിടെ ഇത്രയും കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നോൺ റെക്കറിങ് നോക്കിക്കോളണം, ശ്രദ്ധിച്ചെടുക്കണം തന്നല്ലോ. ഇനി 1,60,000 അല്ലേ, 1,60,000 എത്രയാണ്? 5/1 എന്ന് പറയുന്നത് അൺസോൾഡ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് അല്ലേ. പിന്നെ പ്ലസ് ഏതിൻ്റെ 2,400 പ്ലസ് 1,200 പ്ലസ് 2,000, 6,000 എത്ര എടുക്കണം? 5/1 ആഡ് നോൺ റെക്കറിങ് എക്സ്പെൻസസ് ഓഫ് കൺസൈനർ പ്ലസ് അല്ലേ. പിന്നെ ഏതാണ്? കൺസൈനിക്കുണ്ടായ എത്രയാണ്? ഏക്കുണ്ടായ 3,000 പ്ലസ് 1,000, 4,000 രൂപ അല്ലേ. ആഡ് എന്താണ്? നോൺ റെക്കറിങ് എക്സ്പെൻസസ് ഓഫ് കൺസൈനി 4,000 എത്ര എടുക്കുക? 5/1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിന് ഇവിടെ കാണിക്കുക, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എന്നിട്ട് അത് അക്കൗണ്ടെല്ലാം ബാലൻസ് ചെയ്തിട്ട് വ്യത്യാസം P&L എടുക്കുക. അതിനുശേഷം കൺസൈനിയുടെ അക്കൗണ്ട് വരയ്ക്കുക. പിന്നെ കൺസൈനിയുടെ അക്കൗണ്ട് വരച്ചതിന് ശേഷം അടുത്തത് കൺസൈനിയുടെ ബുക്കിൽ പോയിട്ട് കൺസൈനറുടെ അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ ഇത് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് കാണിച്ചു തരണം, എക്സ്പ്ലെയിൻ ചെയ്ത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക് യു വെരി മച്ച്.